ശരി, അപ്പോൾ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയണമെങ്കിൽ ഇനി മെയ് 4 വരെ കാത്തിരിക്കണം. പക്ഷേ അതിനിടയിൽ ചില കണക്കുകൂട്ടലും കിഴിക്കലും ഒക്കെ നടക്കുന്നുണ്ട് പലയിടങ്ങളിൽ നിന്നും, രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും, ഒപ്പം പലയിടങ്ങളിൽ നിന്നും. കാരണം എന്ത് സംഭവിക്കുമെന്ന് ആ മണ്ഡലവുമായി വളരെ അടുത്ത് പ്രവർത്തിച്ച ആളുകൾക്ക് ഒരു പക്ഷേ ചില ധാരണകളുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് വട്ടിയൂർക്കാവിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പാനന്തരം എന്ത് സംഭവിക്കുമെന്നുള്ളതിൻ്റെ ചെറിയൊരു ചിത്രം. അത് സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വട്ടിയൂർക്കാവിൽ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്നുള്ള ചില നിരീക്ഷണങ്ങളാണ്. ആർ ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിത്വം പാർട്ടി സംവിധാനത്തെ പൂർണ്ണമായും ഉണർത്തിയില്ല എന്ന് വിലയിരുത്തൽ. BJPയുടെ വോട്ട് മറ്റ് മുന്നണികൾക്ക് പോകാൻ കാരണമായി എന്നുള്ള ചില വിലയിരുത്തൽ കൂടിയാണ് വരുന്നത്. സെയ്ഫ് സെയിൻ ലാബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ്, അപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ഒരു മണ്ഡലം, അല്ലെങ്കിൽ ഒരു വാശിയേറിയ പ്രചാരണം നടന്ന ഒരു മണ്ഡലം, സംസ്ഥാനമൊട്ടാകെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മണ്ഡലം എന്ന നിലയിലൊക്കെ വട്ടിയൂർക്കാവ് ശ്രദ്ധേയമാണ്. BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയ ആർ ശ്രീലേഖയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തിൽ എന്നുള്ളത് കൂടിയാണ്. പക്ഷേ ഇപ്പോൾ ചില വിലയിരുത്തലുകൾ നടത്തി നോക്കുമ്പോൾ BJP വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ചില മണ്ഡലങ്ങളിൽ പോലും പിന്നോട്ട് പോകുമെന്നുള്ള കണക്കുകൾ വരുമ്പോൾ വട്ടിയൂർക്കാവിലും സമാനമായ ഒരു വിലയിരുത്തലുകളിലേക്കാണോ എത്തുന്നത്? അതെ ജിൽസി, വട്ടിയൂർക്കാവിൽ BJP അങ്ങനെ കാര്യമായ പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ടതില്ല എന്നാണ് അവരുടെ തന്നെ ഒരു വിലയിരുത്തലായി നമുക്ക് കണക്കാക്കിയെടുക്കാൻ കഴിയുന്നത്. വട്ടിയൂർക്കാവ് മണ്ഡലം ജിൽസി ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു എ ക്ലാസ് മണ്ഡലമാണ്. എ ക്ലാസ് മണ്ഡലം എന്ന് പറയുമ്പോൾ അവർക്ക് വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് അവർ വിലയിരുത്തപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്ന്. അവിടെ 1ാം സ്ഥാനത്ത് BJP എത്തിയിട്ടുണ്ട്, 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്, 3ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ O രാജഗോപാലിലൂടെ 1ാം സ്ഥാനത്ത് BJP വന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. പിന്നീട് 2016 2ാം സ്ഥാനത്തേക്ക് വന്നു. പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. അങ്ങനെ 1, 2, 3 സ്ഥാനങ്ങളെല്ലാം BJPക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എന്തായാലും 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ് നമുക്ക് പൊതുവേ കണക്കുകൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് ഒന്ന് ആർ ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിത്വം. ആ സ്ഥാനാർത്ഥിത്വം പാർട്ടി അണികൾക്കിടയിൽ വലിയ ചലനമുണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത. അത് RSSനും അതുപോലെ തന്നെ BJP അണികൾക്കിടയിലുമെല്ലാം വലിയ സ്വാധീനം ഉണ്ടാക്കുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അങ്ങനെ അത് ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ എങ്ങോട്ട് പോയി എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ആ വോട്ടുകൾ മറ്റ് 2 മുന്നണിയിലേക്കും ചിതറിപ്പോയിട്ടുണ്ട് എന്ന് വിലയിരുത്തപ്പെടുകയാണ്. അതുകൊണ്ട് BJP ഇത്തവണ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ 3ാം സ്ഥാനത്തേക്ക് പോകും എന്ന് നമുക്ക് കണക്ക് കൂട്ടാം. മെയ് 4-ാം തീയതി ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ വസ്തുതയായി വരും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും BJP അങ്ങനെ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമ്പോൾ ആര് ജയിക്കും എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വരും. ഈ ജയത്തിൻ്റെ ഒരു പ്രവചനത്തിലേക്ക് കടക്കാൻ ആയിട്ടില്ല. പ്രവചനം നമുക്ക് പിന്നീട് നടത്താം. എന്തായാലും ഇപ്പോൾ അങ്ങനെ ഒരു പ്രവചനത്തിലേക്ക് പോകാൻ സമയമായിട്ടില്ല എന്ന് തോന്നുന്നു ജിൽസി. കാരണം ഈ 2 മണ്ഡലങ്ങൾ, 2 മുന്നണികൾ അവർ ഒരേപോലെ തന്നെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ഇപ്പോൾ പ്രശാന്തുമായി ബന്ധപ്പെട്ട് CPMൻ്റെ ഒരു കണക്കുണ്ട്. CPM കണക്ക് കൂട്ടുന്നത് അവിടെ 8,000-ലും 10,000-ലും അധികം 10,000-നും ഇടയിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അവിടെ VK പ്രശാന്ത് ജയിക്കും എന്നുള്ളതാണ്. അതിന് CPM പല കാരണങ്ങൾ കണക്ക് കൂട്ടുന്നുണ്ട്. ഇപ്പോൾ മേയർ ബ്രോ എന്ന നിലയിലാണ് 2019 ഉപതെരഞ്ഞെടുപ്പിൽ പ്രശാന്തിനെ അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നത്. അത് ഒരു എലൈറ്റ് ക്ലാസ് മണ്ഡലം ആയിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ഒരു എലൈറ്റ് ക്ലാസ് മണ്ഡലം. ഇപ്പോൾ എലൈറ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാലോ, ഒരു ഈ ഉദ്യോഗസ്ഥർ താമസിക്കുന്ന, വലിയ പദവികളിലിരിക്കുന്ന ആൾക്കാർ താമസിക്കുന്ന ഒരു മണ്ഡലമായിട്ടാണ് അതിനെ വിലയിരുത്തപ്പെടുന്നത്. അവിടെ പ്രശാന്ത് നല്ല രീതിയിൽ വിജയിച്ചാണ് കയറിയത്. 14,000-ൽ അധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ 2019 ജയിക്കുന്നു. 21 വന്നപ്പോൾ 21,000-ന് മുകളിലേക്ക് പോകുന്നു. 8,000-നും 10,000-നും ഇടയിൽ വോട്ട് അവിടെ കിട്ടും എന്ന് കണക്ക് കൂട്ടുകയാണ് CPM അവിടെ. പക്ഷേ പ്രശാന്തിനോട് സംസാരിക്കുമ്പോൾ പ്രശാന്ത് അതല്ല പറയുന്നത്. പ്രശാന്ത് പറയുന്നത് 21,000-ന് മുകളിലേക്ക് ഭൂരിപക്ഷം പോകും. കാരണം പാർട്ടി കണക്ക് കൂട്ടാത്ത മേഖലകളിൽ നിന്ന് തനിക്ക് വോട്ട് കിട്ടും എന്ന വിശ്വാസം അദ്ദേഹം പങ്കുവെക്കുകയാണ്. കെ മുരളീധരനാണെങ്കിൽ ആത്മവിശ്വാസത്തിന് ഒട്ടും കുറവില്ല. UDFനും സമാനമായ രീതിയിൽ ആത്മവിശ്വാസത്തിന് ഒട്ടും കുറവ് അവർ പങ്കുവെക്കുന്നില്ല. അവർ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി അതിനകത്ത് വിലയിരുത്തപ്പെടുന്നത് ഒന്ന്, ഈ ശാസ്തമംഗലത്ത് ഉള്ള NSSൻ്റെ വോട്ടുകളുണ്ട്. അത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ 2019-ലായാലും 2021-ലായാലും എല്ലാം പ്രശാന്തിന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ട വോട്ടാണ് NSSൻ്റെ വോട്ടുകൾ. അത് ഇത്തവണ തിരികെ കിട്ടി എന്നാണ് UDFൻ്റെ വിലയിരുത്തൽ. അതുപോലെ തന്നെ പട്ടം കേശവാസുര മേഖലയിൽ ക്രൈസ്തവ വോട്ടുകൾ കാര്യമായിട്ട് ഉണ്ട്. ആ വോട്ടുകളും കിട്ടി എന്ന് വിലയിരുത്തുന്നുണ്ട്. 5,000-നും 10,000-നും ഇടയിലുള്ള ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ് UDFൻ്റെ കണക്കുകൂട്ടലായി നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവർ 2 പേരിൽ ഒരാൾ എന്തായാലും ജയിക്കും. BJP 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും എന്നുള്ളതാണ് വസ്തുത ജിൽസി.
യെസ്, അപ്പോൾ അങ്ങനെയാണ് ചില കണക്കുകൂട്ടൽ വട്ടിയൂർക്കാവിൽ നിന്ന് സേഫ് നടത്തുന്നത്. സേഫ്, അതിനു മുൻപ് വേറൊരു കാര്യം നമ്മുടെ പ്രേക്ഷകൻ ഇല്യാസ് പിലാക്കൽ പറയുന്നുണ്ട്. ഞങ്ങൾ വോട്ടെണ്ണി റിസൾട്ട് വരുന്നതിനേക്കാളും ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്നത് നമ്മുടെ സേഫ് സൈൻലാബ്ദിന്റെ ഒരു പ്രവചനമാണ് എന്ന് പറയുന്നുണ്ട്. ആ പ്രവചനം എപ്പോഴത്തേക്ക് ഉണ്ടാകുമെന്ന് പ്രേക്ഷകരോട് പറയാൻ പറ്റുമോ? ജിൽസി എന്നെ വിടാതെ പിടിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇല്യാസ് അതൊക്കെ തുടർച്ചയായി ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് ചെയ്യാം. ഞാൻ ജിൽസിക്ക് ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കാം. എന്നിട്ട് ഈ 4-ാം തീയതി ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് അത് അല്ലെങ്കിൽ 5-ാം തീയതി രാവിലെ മോർണിംഗ് ഷോ ജിൽസി അവതരിപ്പിക്കുമ്പോഴത്തേക്ക് സേഫിന്റെ പ്രവചനം ഇതായിരുന്നു എന്ന് പറഞ്ഞിട്ട് പ്രേക്ഷകരെ കാണിച്ചത് ഇല്യാസിനോട് പ്രത്യേകം പറഞ്ഞേക്ക്. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് അത് എത്ര ശരിയായത് കറക്റ്റായിട്ട് നോക്കാമല്ലോ. അതെ, സേഫ് എന്തായാലും ആ ഒരു പ്രവചനം നടത്തുമ്പോൾ നമ്മളും സേഫാണ്, സേഫാണ്. ശരി, അതായിരിക്കും നല്ലത്. അപ്പോൾ പ്രേക്ഷകരെ നിരാശപ്പെടേണ്ട, സേഫിൻ്റെതായ ഒരു പ്രവചനമുണ്ട്, അത് നമുക്ക് കാണാം. ശരി സേഫ്, എന്തായാലും താങ്ക് യു. അപ്പോൾ വട്ടിയൂർക്കാവിലെ കാര്യങ്ങൾ കൂടിയാണ് പറഞ്ഞു വെക്കുന്നത്. BJP 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാനുള്ള ഒരു സാധ്യത വട്ടിയൂർക്കാവിൽ പ്രവചിക്കുകയാണ്. അപ്പോൾ ആര് ജയിക്കുമെന്നുള്ളത് കൂടി പറയേണ്ടതാണ്. പക്ഷെ അതിലേക്ക് വരാം. അതൊരു കൃത്യമായൊരു പ്രവചനം നടത്തുക എന്നുള്ളത് കുറച്ച് നമ്മളൊരു റിസ്ക് ഉള്ള ഫാക്ടർ ആയതുകൊണ്ട് നമുക്ക്